ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കുന്നത് അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്താഴത്തുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം ചായക്ക് കടിനായിരുന്നു പൊറോട്ട ഉണ്ട്. പൊറോട്ട ചുടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല പൊറോട്ട വാങ്ങിക്കൊണ്ട് ഇറച്ചി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പൊറോട്ട വാങ്ങിക്കൊണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊന്നുണ്ട് ഇവിടെ. പൊന്നു ലീവിന് വന്നിട്ട് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ 4-5 ദിവസം. അത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് പൊറോട്ട മതി. അപ്പോൾ അങ്ങനെ പൊറോട്ട മേടിച്ചാണ് കേട്ടോ. പിന്നെ അതൊക്കെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ നോമ്പ് തുറക്കൽ വാപ്പിമാനൊക്കെ പള്ളിക്ക് പോയി. ഞാനും പൊന്നോട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മീനുണ്ടായിരുന്നു കേട്ടോ. കൊടുത്തിട്ട് നോമ്പൊന്നും ആയിട്ട് മീൻ വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മീൻ കൊണ്ടുപോകാൻ പറ്റുന്ന മീൻ കറിയൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് മീൻ കറിക്കൊക്കെ പുതിയ തുടങ്ങിയിട്ട് വെറും ഈ താളിപ്പന്നല്ലേ, ചീര മുരിങ്ങ അതൊക്കെ താളിപ്പന്നല്ലേ വെറും കറി നോമ്പായിട്ട്. അപ്പോൾ മീനൊക്കെ നേരെ കഴിഞ്ഞ് കുറച്ച് പൊരിച്ചാനെടുക്കണം, കുറച്ച് പിന്നെ ഒരു മുളക് കറിയും വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൊരിച്ചാലുള്ള മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞളും മുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പൊക്കെ തേച്ചിട്ട് പിന്നെ കുറച്ച് വിനാഗിരി ചേർത്തിട്ട് പൊരിക്കാനുള്ള മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കറി വെക്കാം കേട്ടോ. അപ്പോൾ അത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തക്കാളിയും മല്ലിയും മുളകും മഞ്ഞളും കേട്ടോ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 5 വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊന്ന് മാറിയപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചാച്ചവളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ തക്കാളിയും പിന്നെ മഞ്ഞളും മുളകും മല്ലിയാണ് കേട്ടോ അത് അരച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ചേർത്തപ്പോൾ അങ്ങനെ അരച്ചിട്ട് നമ്മൾ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ കറിക്കൊരു കുറുക്കുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അരച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് പിന്നെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി എണ്ണ തെളിഞ്ഞപ്പോൾ പുളി വെള്ളത്തിലിട്ടാണ് കേട്ടോ. അപ്പോൾ പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ കേട്ടോ, ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ആ കറിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കണം. നോമ്പ് തുറന്നതിന് ശേഷമുള്ള കാഴ്ചകളാട്ടോ കാണുന്നതൊക്കെ. അടുക്കള നിറച്ച് പാത്രങ്ങളും ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ടോ. നോമ്പ് തുറക്കുന്നവരെ നമ്മളെല്ലാ പണിയെടുക്കും. നോമ്പ് തുറന്ന് കഴിഞ്ഞേക്കൊന്നും പിന്നെ അടുക്കളയിൽ കയറുക കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയെ ചെയ്യുള്ളൂ. പിന്നെ അടുക്കളയ്ക്ക് വലിച്ചക്കുള്ള ചോറൊക്കെ വെക്കാൻ വരുമ്പോഴും അടുക്കളയൊക്കെ നേരാക്കി വെക്കുക. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി നേരാക്കി പാത്രങ്ങളൊക്കെ കഴുകുന്ന വൃത്തിയാക്കി വെക്കട്ടെ. അപ്പോൾ നമ്മൾ മീൻ കറിക്ക് കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പിന്നെ കയ്പ്പൊക്കെ ഉപ്പേരിയാണ് വെളിച്ചൊക്കെ ഉള്ളത്. പിന്നെ ഇത് വാപ്പാക്ക് പിന്നെ നമ്മൾ മസാലക്കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മസാലക്കഞ്ഞിയാണ് കേട്ടോ. മസാലക്കഞ്ഞി നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ദിവസം കുറച്ച് മസാലക്കഞ്ഞി ഉണ്ടാക്കി വെക്കും. ഞാൻ പൊറോട്ടയിലെ കടിയോ. അപ്പോൾ ഞാൻ പൊറോട്ട അധികം വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ കഞ്ഞി ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മാങ്ങ എൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയൽവക്കത്തുനിന്ന് പോയിട്ട് പറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം കൊണ്ട് മാങ്ങയാണ് കേട്ടോ. കുറേ ആയി ഇവിടെ മാങ്ങയൊന്നും കിട്ടലേ ഇല്ല. നമ്മളവിടെ മാങ്ങ ഇല്ലേനും. അപ്പോൾ അത് പകൽ നേരത്തെ അച്ചാറിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ പലിച്ചക്കുള്ള ചോറ് വെക്കണതിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. കുറച്ച് അരിയിട്ട് ചോറ് വെക്കുള്ളൂ. അപ്പോൾ അത് റൈസ് കുക്കറിൽ കിടക്കണ നേരത്തെ ഇറക്കി വെക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ മക്കളെ എല്ലാം ഒരുക്കി വെച്ച് രാത്രി 10-11 മണിയൊക്കെ ആവട്ടെ കിടക്കുമ്പോഴത്തേനും
അപ്പോൾ അത് അത്താഴത്തിന് അണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറക്കത പാകത്തിന് വേവക്കാരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം. ഇങ്ങനെ രാവിലെ വാർത്ത് വെക്കും കേട്ടോ. പലിച്ചക്ക വെച്ചിട്ട് വാർത്ത് വെക്കും. അപ്പോൾ അതിൻ്റെ കഞ്ഞോളം എടുത്തിട്ടാണ് താളിപ്പൊക്കെ ഉണ്ടാക്കൽ, മുരിങ്ങ ചീരയൊക്കെ താളിപ്പ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മീൻ കറി ആയത് കാരണം പിന്നെ കഞ്ഞോളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്പ്പൊക്കെ തൂമിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുകയാണ്. ബാക്കിയുള്ള പണിയൊക്കെ തലേദിവസം എടുത്ത് വെച്ച കാരണം തന്നെ ഒരുപാട് സമയമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ താളിപ്പ് ഉണ്ടാക്കണം, അതേമാതിരി ഉപ്പേരി ചോദിച്ചിട്ടുണ്ടാവും, തൂമിച്ചണം, മീൻ പൊരിച്ചതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ ടേബിളുമ്പോൾ കൊടുന്ന് വെച്ച് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊടുന്ന് നോക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തുടങ്ങണം വാപ്പാനും മക്കളും വിളി. നാളെ ഇതൊക്കെ ഒന്ന് ഒരുക്കി കൊടുന്ന് വെക്കുമ്പോൾ അണിച്ചൊന്ന് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആവില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.